ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ NCERT മലയാളം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് NCERT ക്ലാസ് 8ലെ തേർഡ് ചാപ്റ്റർ ആയിട്ടുള്ള റൂളിംഗ് ദി കൺട്രി സൈഡാണ്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്ററും ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, അപ്പോൾ തീർച്ചയായിട്ടും കാണണം. ഇത് സിമ്പിളായിട്ടൊരു ചാപ്റ്ററാണ്. കോൺസെപ്റ്റ്സ് മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ഇത് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ വി വിൽ ബി ഡിസ്കസിങ് ഓൺ ദി കമ്പനി ബിക്കംസ് എ ദിവാൻ. അപ്പോൾ 12 ഓഗസ്റ്റ് 1765 മുഗൾ എംപറർ ആയിട്ടുണ്ടായിരുന്ന ഷാ സലാം എന്ന് പറഞ്ഞ അദ്ദേഹം എന്ത് ചെയ്തു, കമ്പനിയെ ദിവാനാക്കിയിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു, അല്ലെങ്കിൽ ദിവാനാക്കി. ഓക്കെ, ഇത് പറഞ്ഞത് ഏകദേശം ഈ റോബർട്ട് ക്ലൈവിൻ്റെ ടെൻറ്റിൽ വെച്ചിട്ടായിരുന്നു സത്യം പറഞ്ഞാൽ. പിന്നെ കുറച്ച് ദൃക്സാക്ഷികളും അതുപോലെ തന്നെ കുറച്ച് ഇംഗ്ലീഷ്മെനും ഉണ്ടായിരുന്നു കൂടെ. പക്ഷേ അന്നത്തെ ആർട്ടിസ്റ്റുകളൊക്കെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ ഒരു പോർഷൻ, അതായത് ഈ ഫോട്ടോ കാണുന്നില്ലേ, അങ്ങനെ പോലത്തെ ഒരു ഗ്രാൻഡ് സെറിമണിയുടെ രീതിയിലായിരുന്നു പെയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം അവർ മെയിനായിട്ട് അവരെ ബ്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഇംഗ്ലീഷ്മെൻസൊക്കെ അവിടുത്തെ ആർട്ടിസൻസിനെ കൂടുതലും ഇങ്ങനെ ബ്രൈബ് ചെയ്തിട്ട് ഇവരെ കൊണ്ട് കമ്പൽ ചെയ്തിട്ടായിരുന്നു ഇങ്ങനത്തെ പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നത്. ആ ഒരു കാര്യം മാത്രമായിരുന്നു ഈ ഒരു പോർഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ ബ്രിട്ടീഷേഴ്സിൻ്റെ ഇമാജിനേഷൻ മാത്രമായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ ഇവൻറ്റ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ടെൻറ്റിലായിരുന്നു ടേക്ക് പ്ലേസ് ചെയ്തത്. ഓക്കെ, അതൊക്കെയാണ് ഒരു ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞത്. പിന്നെ ആസ് ദിവാൻ ദ കമ്പനി ബിക്കെയിം ദ ചീഫ് ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേറ്റർ ഓഫ് ദ ടെറിട്ടറി അണ്ടർ ഹിസ് കൺട്രോൾ. Now it had to think of administrating the land and organizing its revenue sources. This had to be done in a way that could yield enough revenue to meet the growing expenses of the company. A trading company had also to ensure that it could buy the products of its needed and sell what it granted. അപ്പോൾ മെയിനായിട്ട് കമ്പനിയുടെ ഫിനാൻഷ്യൽ പദ്ധതി എന്ന് പറയുമ്പോൾ ഫിനാൻഷ്യൽ സെറ്റപ്പ് ഉണ്ടാക്കാനായിരുന്നു. അഡ്മിനിസ്ട്രേഷനൊക്കെ ആക്കിയിട്ട് അവസാനം എന്ത് ചെയ്യുക, ആ ഒരു ടെറിട്ടറിനെ കൺട്രോൾ ചെയ്യുക എന്നതായിരുന്നു. പിന്നെ അവർ തിങ്ക് ചെയ്തതെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും റവന്യൂ കൂട്ടണം, റവന്യൂ കൂട്ടിയിട്ട് അവരുടെ കമ്പനിയുടെ എക്സ്പെൻസസ് നടത്തിക്കൊണ്ട് പോകണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു, ഇങ്ങനെ പ്രൊഡക്ട്സ് സെല് ചെയ്യുന്നതും ബൈ ചെയ്യുന്നതൊക്കെ അവർ അലോ ചെയ്തു. ഓക്കെ, അപ്പോൾ ഓവർ ദ ഇയേഴ്സ് ദ കമ്പനി ഓൾസോ ഹാഡ് ലേൺ ദാറ്റ് ഇറ്റ് ഹാഡ് ടു മൂവ് വിത്ത് സം കോഷൻ. ഓക്കെ, കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അവർക്ക് കുറച്ച് പേടിയൊക്കെ ഉണ്ടായി. അവർ കുറച്ച് കരുതലോടെ മൂവ് ചെയ്യാൻ തുടങ്ങി. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ഓൾറെഡി ഉണ്ടായിരുന്ന ആ ടെറിട്ടറിയിൽ ഓൾറെഡി ഉണ്ടായിരുന്ന റൂളേഴ്സൊക്കെ അവരെ പിണക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അവരായിരുന്നു, ആ റൂളേഴ്സൊക്കെ ആയിരുന്നു ആദ്യം അവിടെ ഭരിച്ചിരുന്നത്. അപ്പോൾ അവരെ പിണക്കാത്ത രീതിയിൽ, എന്നാൽ ഫുള്ളി അവരെ എലിമിനേറ്റ് ചെയ്യാത്ത രീതിയിൽ അവിടെ കയറിയിട്ട് കുടികയറുക എന്നായിരുന്നു ഇവരുടെ മെയിൻ ലക്ഷ്യം. സോ ഹൗ വാസ് ദിസ് ഇസ് ടു ബി ഡൺ? അപ്പോൾ ഇതെങ്ങനെയാണ് നടക്കുക? ഇൻ ദിസ് ചാപ്റ്റർ വി വിൽ സീ ഹൗ ദ കമ്പനി കെയിം ടു കൊളനൈസ് ദ country's side, organize revenue resources, redefine the rights of people and produce the crops it wanted. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എങ്ങനെയാണ് കമ്പനി കൊളനൈസ് ചെയ്തത്, അതുപോലെ തന്നെ എങ്ങനെയാണ് റവന്യൂ ഒക്കെ അവർ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, എങ്ങനെയായിരുന്നു റിസോഴ്സസ് ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, എന്തൊക്കെയായിരുന്നു അവർ പീപ്പിളിൻ്റെ റൈറ്റ് ഡിനേ ചെയ്തിട്ടുണ്ടായിരുന്നത്, കൂടാതെ തന്നെ എങ്ങനെയായിരുന്നു അവർ ക്രോപ്സ് ഒക്കെ ഉണ്ടാക്കിയിരുന്നത് എന്നൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ മെയിനായി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 2 പാർട്ടായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ടിനാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യാൻ നിൽക്കുന്നത്. സോ റവന്യൂ ഫോർ ദ കമ്പനി, അപ്പോൾ കമ്പനിക്ക് എങ്ങനെ റവന്യൂ കിട്ടും? സോ ദ കമ്പനി ഹാഡ് ബിക്കം ദ ദിവാൻ ആൻഡ് ബട്ട് ഇറ്റ് സ്റ്റിൽ സോ ഇറ്റ് സെൽഫ് പ്രൈമർലി ആസ് എ ട്രേഡർ. ഇറ്റ് വോണ്ടഡ് എ ലാർജ് റവന്യൂ ഇൻകം ആൻഡ് കളക്ഷൻ. ഓക്കെ, ഗുഡ് കളക്ഷൻ. ഓക്കെ, സോ എന്താണെന്ന് വെച്ചാൽ അതിന് മെയിനായിട്ട് വേണ്ടുന്നത് ട്രേഡറിനെ പോലെ ആക്ട് ചെയ്യാനായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരുപാട് റവന്യൂസ് കളക്ട് ചെയ്യുക, അതുപോലെ തന്നെ നല്ല രീതിയിലൊക്കെ ഇൻകം കൂട്ടുക അല്ലെങ്കിൽ റവന്യൂ കൂട്ടുക എന്നതായിരുന്നു അവരുടെ മെയിൻ ഉദ്ദേശം. അപ്പോൾ ദ എഫേർട്ട് വാസ് ടു ഇൻക്രീസ് ദ റവന്യൂ ആസ് മച്ച് ആസ് ഇറ്റ് കുഡ് ആൻഡ് ബൈ ഫൈൻ കോട്ടൺ ആൻഡ് സിൽക്ക് ക്ലോത്ത് ആസ് ചീപ്ലി ആസ് പോസിബിൾ. എത്രത്തോളം ചീപ്പായിട്ട് ഇങ്ങനെ കോട്ടനും അതുപോലെ തന്നെ സിൽക്കും വാങ്ങിച്ചിട്ട് അവസാനം എന്ത് ചെയ്യുക, ബ്രിട്ടനെ കൊണ്ടുപോയിട്ട് വിൽക്കുക. അതിനായിരുന്നു ഇവരുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. So, within 5 years, the value of goods bought by the company in Bengal doubled. അപ്പോൾ കമ്പനി വാങ്ങിച്ച ആ ഒരു ഗുഡ്സിൻ്റെ ഒക്കെ എമൗണ്ട് ഏകദേശം ഡബിൾ ആയിട്ടുണ്ടായിരുന്നു 5 വർഷം കഴിഞ്ഞതിന് ശേഷം. Before 1865, the company had purchased the goods in India by importing gold and silver from Britain. സോ 1865 മുന്നേ കമ്പനി എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഗോൾഡ് ആൻഡ് സിൽവറൊക്കെ ബ്രിട്ടനിൽ നിന്ന് കൊണ്ടുവന്ന ഗോൾഡിനൊക്കെ അവർ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നൗ ദ റവന്യൂ കളക്ടഡ് ഇൻ ബംഗാൾ കുഡ് ഫൈനാൻസ് ദി പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫോർ എക്സ്പോർട്ട്. ഓക്കെ, ഇപ്പോൾ ഇനി എന്ത് ചെയ്യുന്ന കമ്പനിക്ക് എന്ത് ചെയ്യണം, ബംഗാളിലുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ ബ്രിട്ടനിലേക്ക് പോയിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ.
സോൺ ഇറ്റ് വാസ് ക്ലിയർ ദാറ്റ് ദ ബംഗാൾ എക്കണോമി വാസ് ഫേസിങ് എ ഡീപ്പ് ക്രൈസിസ്. അപ്പോൾ അതിന് ശേഷം മനസ്സിലായി ബംഗാളിലെ എക്കണോമി എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ക്രൈസിസ് ആയി, അതായത് ഏകദേശം എക്കണോമിക് ഡിപ്രഷൻ പോലെ ബംഗാളിൽ അനുഭവപ്പെട്ടു. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും ബംഗാൾ ഫാമിൻ എന്ന് കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ബംഗാൾ സ്റ്റാർവേഷൻ എന്ന് കേട്ടിട്ടുണ്ടാവും. അതായത് ഏകദേശം ബംഗാളിലൊക്കെ പട്ടിണി പരിവട്ടങ്ങളൊക്കെ വന്നു കമ്പനിയുടെ ഈ ഒരു കാര്യങ്ങളൊക്കെ കാരണം. സോ ആർട്ടിസൻസ് വേർ ഡെസേർട്ടിങ് ദ വില്ലേജസ് സിൻസ് ദേ വേർ ഫോഴ്സ്ഡ് ടു സെൽ ദെയർ ഗുഡ്സ് ടു കമ്പനി അറ്റ് ലോ പ്രൈസസ്. അപ്പം ആർട്ടിസൻസൊക്കെ എന്ത് ചെയ്യാൻ പറ്റി തുടങ്ങി, കമ്പനിക്ക് ഒരു ചെറിയ വിലയിൽ ഇങ്ങനെ ഗുഡ്സൊക്കെ സെല്ല് ചെയ്യാൻ തുടങ്ങി. അവസാനം കമ്പനി കുറച്ചും കൂടി ഉഷാറായിട്ട് ഇതൊക്കെ അവരെന്ത് ചെയ്യും, ബ്രിട്ടനിൽ പോയിട്ട് സെല്ല് ചെയ്തിട്ട് നല്ല കാശരാവും. അവസാനത്ത് നമ്മുടെ നാട്ടിലെ ആർട്ടിസൻസൊക്കെ എങ്ങനെയായി, പൂവറാവാൻ തുടങ്ങി. സോ ദ പെസൻസ് വർ അണേബിൾ ടു പേ ദ ഡ്യൂസ് ദാറ്റ് വർ ബീങ് ഡിമാൻഡഡ് ഫ്രം ദം. സോ പെസൻസിനൊക്കെ ഈ ഒരു ഡ്യൂ ഒക്കെ അവർക്ക് പേ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ ആർട്ടിസണൽ പ്രൊഡക്ഷൻ വാസ് ഇൻ ഡിക്ലൈൻ ആൻഡ് ദ അഗ്രികൾച്ചറൽ കൾട്ടിവേഷൻ ആൻഡ് ഷോഡ് സൈൻസ് ഓഫ് കൊളാപ്സ്. സോ അങ്ങനെ അഗ്രികൾച്ചറൽ സെറ്റപ്പും കാര്യങ്ങളൊക്കെ അങ്ങനെ തകരാൻ തുടങ്ങി. ദെൻ ഇൻ 1770 എ ടെറിബിൾ ഫാമിൻ കിൽഡ് 10 million പീപ്പിൾ ഇൻ ബംഗാൾ. അബൌട്ട് 1/3 ഓഫ് ദ പോപ്പുലേഷൻ വാസ് വൈപ്ഡ് ഔട്ട്. സോ നമ്മുടെ ഇന്ത്യയുടെ റിസോഴ്സ് കുറഞ്ഞ് മെയിനായിട്ട് ബംഗാളിൻ്റെ ആയിരുന്നു, കുറഞ്ഞ് ഏകദേശം 1770 നമ്മൾ പറഞ്ഞ പോലെ ബംഗാൾ ഫാമിൻ, അതായത് ബംഗാളിൽ സ്റ്റാർവേഷന് പട്ടിണി വരാൻ തുടങ്ങി. അപ്പോൾ അത് ഏകദേശം 1/3 ഓഫ് ദ പോപ്പുലേഷനെ വരെ കില്ല് ചെയ്തു എന്നാണ് പറയുന്നത്. സോ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. ദ നീഡ് ടു ഇംപ്രൂവ് അഗ്രികൾച്ചർ, അതായത് അഗ്രികൾച്ചർ ഇംപ്രൂവ് ചെയ്യേണ്ട ആവശ്യകത എന്തായിരുന്നു. ഓക്കെ. So if the economy was in ruins, could the company be certain of its revenue income? So എക്കണോമി ഇങ്ങനെ പറഞ്ഞു, ബംഗാളിൽ ഡിപ്രഷൻ ക്രൈസിസ് ഒക്കെ ഉണ്ടായ കാര്യം പറഞ്ഞു. അപ്പോൾ എക്കണോമി ഇങ്ങനെ ഡിപ്രസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇങ്ങനെ സാമ്പത്തിക മാന്ദ്യം വരുന്ന സമയത്ത് എവിടെ നിന്നാണ് ഇപ്പോൾ ഈ കമ്പനിക്ക് ഇങ്ങനത്തെ ട്രേഡുകളും അതുപോലത്തെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പണം കിട്ടുക, റവന്യൂ ഇൻകത്തിന് എവിടെ നിന്നാണ് സോഴ്സ് എന്നുള്ള കാര്യമാണ് ഈ ഒരു ചോദ്യം. ഓക്കെ. സോ മോസ്റ്റ് കമ്പനി ഒഫീഷ്യൽസ് ബിഗാൻ ടു ഫീൽ ദാറ്റ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ലാൻഡ് had to be encouraged and agriculture had to be improved. ഓക്കെ. സോ മിക്ക ആൾക്കാരും ഒഫീഷ്യൽസൊക്കെ പറഞ്ഞു എന്ന് വെച്ചാൽ അഗ്രികൾച്ചർ, അതായത് കൃഷി കുറച്ചും കൂടെ വ്യാപിക്കാനും അതുപോലെ തന്നെ അഗ്രികൾച്ചർ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആക്കാനും, അതായത് പിന്നെ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എൻകറേജ് ചെയ്യാനൊക്കെ ആയിരുന്നു ഈ കമ്പനിയുടെ ഒഫീഷ്യൽസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഹൗ വാസ് ദിസ് ഈസ് ടു ബി ഡൺ, ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ. ആഫ്റ്റർ 2 decades ഓഫ് ഡിബേറ്റ് ഓൺ ദിസ് ക്വസ്റ്റ്യൻ ദ കമ്പനി ഫൈനലി ഇൻട്രൊഡ്യൂസ് ദ പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് ഇൻ 1793. അവസാനം കുറേ ചർച്ചകൾക്ക് ശേഷം 1793 കമ്പനി എന്ത് ചെയ്തു, പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് എന്ന ഒരു നയം കൊണ്ടുവന്നു. അപ്പോൾ എന്താണെന്ന് നോക്കാം. ഓക്കെ. സോ ബൈ ദ ടേംസ് ഓഫ് ദിസ് സെറ്റിൽമെൻറ്റ് ദ രാജാസ് ആൻഡ് ദ തലൂക്ദാർസ് വേർ റെക്കഗ്നൈസ്ഡ് ആസ് ജമീന്ദാർസ്. അപ്പം രാജാവ്സും അതുപോലെ തന്നെ തലൂക്ദാർസൊക്കെ ജമീന്ദാറായിട്ട് എന്ത് ചെയ്തു, റെക്കഗ്നൈസ് ചെയ്യപ്പെട്ടു ഈ ഒരു സെറ്റിൽമെൻറ്റ് കൊടുത്തതിന് ശേഷം. ദേ വേർ ആസ്ക്ഡ് ടു കളക്ട് റെൻറ്റ് ഫ്രം പെസൻസ് ആൻഡ് പേ റവന്യൂ ടു ദ കമ്പനി. സോ അവരെന്ന് വെച്ചാൽ പെസൻസ്, അതായത് നമ്മൾ നോർമൽ കൃഷിക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, അവരിൽ നിന്ന് വാങ്ങുന്ന ആ റവന്യൂ എന്ത് ചെയ്ത് കളക്ട് ചെയ്തതിന് ശേഷം നമ്മൾ കമ്പനിക്ക് കൊടുക്കണം എന്നാണ് അവരുടെ മെയിൻ ഡ്യൂട്ടി. ഇനി they were asked to collect the rent from the peasants and pay revenue to the company. The amount to be paid was fixed permanently, that is it was not to be increased even in future. അതായത് എമൗണ്ട് എന്ന് പറയുമ്പോൾ ഏകദേശം ഫിക്സ്ഡ് ആയിരുന്നു, അതായത് ഭാവിയിൽ അതൊരു അതിനെ കൂട്ടാനോ കുറയ്ക്കാനൊന്നും പാടില്ല, അങ്ങനെ ഒരു പെർമനൻ്റ് ആയിട്ടായിരുന്നു ഈ ഒരു റവന്യൂവിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ പറയുന്ന കാര്യങ്ങൾ, ഇറ്റ് വാസ് ഫെൽറ്റ് ദാറ്റ് ദിസ് വുഡ് എൻഷുർ എ റെഗുലർ ഫ്ലോ ഓഫ് റവന്യൂ ഇൻ ടു ദ കമ്പനീസ് കോഫേഴ്സ് ആൻഡ് അറ്റ് ദ സെയിം ടൈം എൻകറേജസ് ദ ജമീന്ദാർസ് ടു ഇൻവെസ്റ്റ് ഇൻ ഇംപ്രൂവിങ് ദ ലാൻഡ്. അപ്പോൾ ഇതിൻ്റെ ലക്ഷ്യം ഒന്നെന്ന് പറയുമ്പോൾ കമ്പനിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റവന്യൂ ഇങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കൂടാതെ തന്നെ ജമീന്ദാർസ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ അവരുടേതായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ എൻഗേജ്ഡ് ആക്കുക എന്നുള്ളതായിരുന്നു. നമ്മൾ പറഞ്ഞു, ഇപ്പോൾ ജമീന്ദാർസിനെയൊക്കെ അവരുടേതായിട്ടുള്ള കാര്യത്തിലൊക്കെ എൻഗേജ്ഡ് ആക്കുക എന്ന് പറഞ്ഞു. അതായത് ലാൻഡൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക, അതായത് ജമീന്ദാർസിൻ്റെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ ലാൻഡൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. So since the revenue demand of the state would not be increased, the zamindar would benefit from increased production from the land. അപ്പം അതായത് സ്റ്റേറ്റിൻ്റെ റവന്യൂ കൂടുതലായിട്ടില്ലെങ്കിൽ, അതായത് സിൻസ് ദ റവന്യൂ ഡിമാൻഡ് ഇൻ ഇംപ്രൂവിങ് ദ ലാൻഡ് ഇംപ്രൂവിങ് ദ സ്റ്റേറ്റ് വുഡ് നോട്ട് ബി ഇൻക്രീസ്ഡ്, അതായത് റവന്യൂ കൂടിയിട്ടില്ലെങ്കിൽ ദ ജമീന്ദാർസ് വുഡ് ബെനിഫിറ്റ് ഫ്രം ഇൻക്രീസ്ഡ് പ്രൊഡക്ഷൻ ഫ്രം ദ ലാൻഡിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടും. ഇൻക്രീസ്ഡ് പ്രൊഡക്ഷൻ കാരണം ലാൻഡിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടും എന്നാണ് പറയുന്നത്. അതായത് ഓൾറെഡി ട്രേഡും കാര്യങ്ങളും നടന്നിട്ടില്ലെങ്കിൽ അവിടെ പ്രശ്നമില്ല, കാരണം ഈ ഒരു സെറ്റിൽമെൻറ്റ്, അതായത് നമ്മുടെ
ലാൻഡ് കൊടുത്ത് കിട്ടുന്ന ആ ഒരു റവന്യൂ എങ്കിലും കിട്ടുമെന്നാണ് പറയുന്നത്. ഓക്കെ, സോ ദ പ്രോബ്ലം, അപ്പോൾ എന്തായിരുന്നു പ്രോബ്ലം എന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. ഓക്കെ, ദ പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് ഹൗവർ ക്രിയേറ്റഡ് പ്രോബ്ലംസ്. പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ് പ്രോബ്ലംസ് ആയിരുന്നു കൂടുതൽ. എന്താണെന്ന് വെച്ചാൽ കമ്പനി ഒഫീഷ്യൽസ് സോൺ ഡിസ്കവർഡ് ദാറ്റ് ദ ജമീന്ദാർസ് വെർ ഇൻ ഫാക്ട് നോട്ട് ഇൻവെസ്റ്റിംഗ് ഇൻ ദ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ദ ലാൻഡ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ജമീന്ദാർസ് എന്ത് ചെയ്തു, അവരുടെ ലാൻഡ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യമായിട്ടൊന്നും ഇൻവെസ്റ്റ് ചെയ്തില്ല എന്ന് കമ്പനിക്ക് മനസ്സിലായി. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ദ റവന്യൂ ദാറ്റ് ഹാഡ് ബീൻ ഫിക്സ്ഡ് വാസ് സോ ഹൈ ദാറ്റ് ദി ജമീന്ദാർസ് ഫൗണ്ട് ഇറ്റ് ഡിഫിക്കൽട്ട് ടു പേ. അപ്പോൾ ജമീന്ദാർസ് എന്ത് ചെയ്യുക, അവർക്ക് വേണ്ട റവന്യൂ ഒക്കെ കൂടുതലായിരുന്നു. അതായത് അവർക്ക് പിന്നെ അത് തിരിച്ചടയ്ക്കാൻ വേണ്ടി നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഓക്കെ, എനിവൺ ഹു ഫെയിൽഡ് ടു പേ ദ റവന്യൂ ലോസ്റ്റ് ഹിസ് ജമീന്ദാരി. അപ്പോൾ ആരൊക്കെയാണ് ഈ ജമീന്ദാരി റവന്യൂ കൊടുക്കാൻ വൈകുന്ന ആൾക്കാർ, അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റാത്ത ആൾക്കാരൊക്കെ എന്ത് ചെയ്യും, അവരുടേതായിട്ടുള്ള ആ ജമീന്ദാരില്ല, അവരുടേതായിട്ടുള്ള ലാൻഡൊക്കെ എന്ത് ചെയ്യും, ഈ കമ്പനിക്ക് തിരിച്ചു കൊടുക്കേണ്ട അവസ്ഥ വരും. ഓക്കെ, സോ ന്യൂമറസ് ജമീന്ദാരീസ് വേർ സോൾഡ് ഓഫ് അറ്റ് ഓപ്ഷൻസ് ഓർഗനൈസ്ഡ് ബൈ ദ കമ്പനി. അതായത് കമ്പനി നടത്തിയിട്ടുള്ള ഒരുപാട് ലേലം, ഓപ്ഷൻസ് എന്ന് വെച്ചാൽ ലേലമാണ്. ആ ലേലത്തിലൊക്കെ ഒരുപാട് ജമീന്ദാരിയൊക്കെ ഇങ്ങനെ വിൽക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ബൈ ദ ഫസ്റ്റ് ഡീക്കേഡ് ഓഫ് 19th century ദ സിറ്റുവേഷൻ ചേഞ്ച്ഡ്. 19th century ഒക്കെ ആയപ്പോൾ ഏകദേശം ഈ ഒരു സിറ്റുവേഷനൊക്കെ ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു. ദ പ്രൈസസ് ഇൻ ദ മാർക്കറ്റ് റോസ് ആൻഡ് ദ കൾട്ടിവേഷൻ സ്ലോലി എക്സ്പാൻഡഡ്. അപ്പോൾ മാർക്കറ്റിനകത്തുള്ള പ്രൈസസൊക്കെ മെല്ലെ മെല്ലെ റേസ് ആയിട്ട് ഏകദേശം കൾട്ടിവേഷനും കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദിസ് മീൻ ദാറ്റ് ദർ ഈസ് എൻ ഇൻക്രീസ് ഇൻ ദ ഇൻകം ഓഫ് ജമീന്ദാർസ് ബട്ട് നോ ഗെയിൻ ഫോർ ദ കമ്പനി സിൻസ് ഇറ്റ് കുഡ് നോട്ട് ഇൻക്രീസ് എ റവന്യൂ ഡിമാൻഡ് ദാറ്റ് ഹാഡ് ബീൻ ഫിക്സ്ഡ് പെർമനൻ്റ്ലി. സോ എന്ന് വെച്ചാൽ അതായത് കമ്പനിക്ക് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ്സിനെ കുറിച്ച്. അതായത് പെർമനൻ്റ് ആയിട്ട് അവരുടെ കാര്യങ്ങൾ റവന്യൂ ഒക്കെ കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ പെർമനൻ്റ് ആയിട്ട് നിശ്ചയിച്ച് വെച്ചു. പക്ഷേ ഈ ഒരു റവന്യൂവും കാര്യങ്ങളൊക്കെ ഒരു ഏകദേശം ഈ എക്സ്പാൻഷൻ, അഗ്രികൾച്ചർ എക്സ്പാൻഷൻ കാരണം ഒരുപാട് റവന്യൂ കൂടുതലായിട്ടുണ്ടാകും. പക്ഷേ അവർക്ക് എന്ത് ചെയ്തില്ല, കമ്പനിക്ക് ഈ ഒരു പൈസ ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. കാരണം ദേ ഓൾറെഡി ഫോളോഡ് എ പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ്. ഓക്കെ, so even then the zamindars did not have an interest in improving the land. Some had lost their lands in the earlier years of settlement. Others now saw the possibility of earning without the trouble and risk of investment. അപ്പോൾ ചില ജമീന്ദാർസിനൊക്കെ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല ഈ ലാൻഡിന് വേണ്ടിയിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനൊന്നും. ചിലരൊക്കെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇത് കണ്ടില്ല എന്നടിച്ചു. ചിലരൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇത് ജമീന്ദാരി ഒക്കെ ആയിട്ട് ജമീന്ദാരി അവരുടെ ലോസ്റ്റായിട്ട് അതവർക്ക് നഷ്ടപ്പെടേണ്ട അവസ്ഥ വന്നു. ആ ഒരു കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ആസ് ലോങ് ആസ് എ ജമീന്ദാർസ് കുഡ് ഗീവ് ഔട്ട് ഓഫ് ദ ലാൻഡ് ടു ടെനൻസ് ആൻഡ് ഗെറ്റ് റെൻറ്റ് ദേ വേർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ഇംപ്രൂവിങ് ദ ലാൻഡ്. സത്യം പറഞ്ഞാൽ ഇവർക്ക് എന്ത് ചെയ്യാം, പാട്ടത്തിന് കൊടുക്കാമെന്ന് പറയും, അതായത് റെൻറ്റിന് കൊടുക്കാമെന്ന് പറയും. അപ്പോൾ അങ്ങനെ കൊടുത്തിട്ട് വേണമെങ്കിൽ കാശ് ഉണ്ടാക്കാം. പക്ഷേ ഇവർക്ക് എന്ത് ചെയ്യും, അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ ലാൻഡ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു ആ പ്രോബ്ലത്തിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. On the other hand, in the villages, the cultivator found the system extremely oppressive. The rent he paid to the zamindars was so high and his right on the land was insecure. അതായത് വില്ലേജസിലൊക്കെ എന്താ നടന്നതെന്ന് വെച്ചാൽ കൾട്ടിവേറ്റേഴ്സൊക്കെ എന്ന് വെച്ചാൽ ഇത് ഭയങ്കര ഒപ്രസീവായിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അതായത് എന്തൊക്കെയാണ് റെൻറ്റ് ജമീന്ദാർസിന് കൊടുക്കേണ്ടത് അത് ഭയങ്കര ഹൈ ആയിരുന്നു. കൂടാതെ തന്നെ അതെന്ന് പറയുമ്പോൾ ആ ലാൻഡ് അവരുടെ ആ മുകളിലുള്ള അവകാശമുള്ള ആ ലാൻഡ് തീർത്തും ഇൻസെക്യൂർ ആയിരുന്നു, അതായത് സെക്യൂർ അല്ലായിരുന്നു എന്ന്. ഓക്കെ, ടു പേ ദ റെൻറ്റ് ഹി ഹാഡ് ടു ഓഫൻ ടേക്ക് എ ലോൺ ഫ്രം ദ മണി ലെൻഡർ. അപ്പോൾ ഈ ഒരു ഇത് കൊടുക്കണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം, മണി ലെൻഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വീണ്ടും ലോൺ എടുക്കണം. ആ ലോൺ തിരിച്ചു കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും, തീർച്ചയായിട്ടും അവരുടെ ലാൻഡൊക്കെ ഇവർ കൊണ്ടുപോകും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പോർഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ നമുക്കൊരു കോൾ ഉണ്ടായിരുന്നു. സോ കോൾ ബ്രൂക്ക് ഓൺ ബംഗാൾ റയട്സ്. ബംഗാൾ റയട്സ് അതായത് ബംഗാളിലെ കർഷകരെ പറ്റി ഇങ്ങനെ കോൾ ബ്രൂക്ക് എന്താ പറഞ്ഞതെന്ന് നോക്കാം. ഓക്കെ, so in many villages of Bengal, some of the powerful ryots did not cultivate but instead gave out their land to others. അപ്പോൾ ചില റയോട്ട്സ് എന്ന് വെച്ചാൽ കൾട്ടിവേറ്റ് ചെയ്തില്ല, പക്ഷേ അവരെന്ത് ചെയ്തു, ഇങ്ങനെ പാട്ടത്തിന് വേണ്ടിയിട്ട് കൊടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അത് കോൾ ബ്രൂക്ക് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ദ അണ്ടർ ടെനൻസ് depressed by an excessive rent in kind and by usurious returns for the cattle, seed and subsistence advanced to them can never extricate themselves from debt. Okay, in so abject a state they cannot labor in spirit while they can earn a scanty subsistence without hope of bettering their
സിറ്റുവേഷൻ. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ പറയുന്നത് വെച്ചാൽ ഈ ബംഗാളിലുള്ള റയോട്ട്സ്, അതായത് കർഷകർക്ക് അവർക്ക് ഓൾറെഡി എന്ത് ചെയ്യണം, ഒരുപാട് റെൻറ്റ് കൊടുക്കണം. അതായത് പാട്ടത്തിനെടുത്ത ലാൻഡാണ്, അപ്പോൾ ഓൾറെഡി നമ്മൾ എന്ത് കൊടുക്കണം, റെൻറ്റ് കൊടുക്കണം. അപ്പോൾ ആ റെൻറ്റ് കൊടുക്കുന്ന അതിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു ലാഭവും കണ്ടെത്താൻ പറ്റുന്നില്ല. അവർക്ക് ഫുൾ നഷ്ടമായിരുന്നു. അത് അവർക്ക് ക്യാറ്റിൽ, അവരുടെ സീഡ്സിന്, അതുപോലെ അവർക്ക് മാനുവർ, ഇങ്ങനത്തെ ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ഒരുപാട് പൈസ ചിലവായിരുന്നു. അവസാനം അവരെന്ത് ചെയ്തില്ല, അവർ ദേ ക്യാൻ നെവർ എക്സ്ട്രിക്കേറ്റ് ദംസെൽഫ് ഫ്രം ഡെപ്റ്റ് എന്ന് പറഞ്ഞത്. അതായത് അവർക്കൊരിക്കലും ഈ കടബാധ്യതയിൽ നിന്ന് പുറത്ത് വരാൻ തക്ക രീതിയിൽ അവരത് കുടുങ്ങിപ്പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. പിന്നെ എന്ന് വെച്ചാൽ അതുകൊണ്ട് തന്നെ ഒരു ബെറ്റർ ആയിട്ടുള്ള സിറ്റുവേഷൻ എത്തുന്നത് അവർക്ക് ഒരിക്കലും ഹോപ്പ് ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഈ ഒരു കാര്യമൊക്കെയാണ് അതിൽ പറയുന്നത്. സോ ഇനി ഒരു ന്യൂ സിസ്റ്റം ഡിവൈസ്ഡ്, ഒരു പുതിയ സിസ്റ്റം വന്നു. അപ്പോൾ എന്താണ് ആ സിസ്റ്റം നോക്കുക. അപ്പോൾ ലാസ്റ്റ് സിസ്റ്റം നമ്മൾ പറഞ്ഞത് പെർമനൻറ്റ് സെറ്റിൽമെൻ്റ് ആണ്. ആ റവന്യൂ കൊടുക്കുന്ന റവന്യൂ പിന്നെ ഫ്യൂച്ചറൊന്നും ഇൻക്രീസ് ചെയ്യില്ല, അത് എല്ലാവർക്കും സെയിം ആയിരുന്നു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി എന്താണ് ഡിവൈസ്ഡ് ആയിട്ടുള്ള പുതിയ സിസ്റ്റം എന്ന് നോക്കാം. ഓക്കെ, സോ ബൈ ദ ഏർലി 19th century many of the company officials were convinced that the system of revenue had to be changed again. Okay, he would revenues okay, how would revenues be fixed permanently at the time when the company needed more money to meet its expenses of administration and trade. Okay, so in ഒരു പുതിയൊരു 19th centuryയുടെ തുടക്കത്തിലായിരുന്നു പുതിയ ഒരു സെറ്റിൽമെൻറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എങ്ങനെയാണ് കമ്പനിക്ക് ഇങ്ങനെ പോയാൽ, അതായത് ഇപ്പം ഈ പെർമനൻറ്റ് സെറ്റിൽമെൻറ്റൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് കമ്പനിക്ക് അവരുടേതായിട്ടുള്ള എക്സ്പെൻസസ് അഡ്മിനിസ്ട്രേഷൻ്റെ കേസിലാണെങ്കിൽ അല്ലെങ്കിൽ ട്രേഡിൻ്റെ കേസിലാണെങ്കിൽ എങ്ങനെയാണ് ഇവർക്ക് എക്സ്പെൻസസ് ഒക്കെ മീറ്റപ്പ് ചെയ്യാൻ പറ്റുന്നതെന്ന് ഒരു ചോദ്യം വന്നിട്ടായിരുന്നു. So in the northwestern provinces of Bengal presidency, most of this area is now Uttar Pradesh. അപ്പോൾ ബംഗാളിൻ്റെ ഏകദേശം വെസ്റ്റേൺ പ്രൊവിൻസിലൊക്കെ, അതായത് ഇപ്പോഴത്തെ ഉത്തർപ്രദേശ് എന്ന് പറയും. ഇംഗ്ലീഷ്മാൻ ആയിട്ടുള്ള ഒരാൾ ഹോൾട്ട് മെക്കൻസി, ഈ ഒരു ഫോട്ടോയിൽ കാണുന്നത്, ഈ ഒരു ഫോട്ടോയിൽ മുൻട്രോയാണ്. അപ്പോൾ ഹോൾസ് മെക്കൻസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ ഡിവൈസ്ഡ് എ ന്യൂ സിസ്റ്റം വിച്ച് കെയിം ഇൻ ടു എഫക്റ്റ് ഇൻ 1822. അപ്പോൾ 1822 ഇങ്ങനെ ഉണ്ടായ അല്ലെങ്കിൽ ഒരു വ്യാപുലീകരിക്കപ്പെട്ട ഒരു നിയമം, അതായത് ഹോൾട്ട് മെക്കൻസിയാണ് അത് കൊണ്ടുവന്നത്. അപ്പോൾ എന്താണെന്ന് നോക്കാം. ഹീ ഫെൽറ്റ് ദാറ്റ് ദ വില്ലേജ് വാസ് എൻ ഇമ്പോർട്ടൻറ്റ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ നോർത്ത് ഇന്ത്യൻ സൊസൈറ്റി ആൻഡ് നീഡഡ് ടു ബി പ്രിസർവ്ഡ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇതനുസരിച്ച് വില്ലേജുകളാണ് നോർത്ത് ഇന്ത്യൻ ആൾക്കാർക്ക്, സൊസൈറ്റിക്ക് മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ അതെന്ത് ചെയ്യണം, പ്രിസർവ് ചെയ്യണം. ഓക്കെ, സോ അണ്ടർ ഹിസ് ഡയറക്ഷൻസ് ദ കളക്ടേഴ്സ് വെൻറ്റ് ഫ്രം വില്ലേജ് ടു വില്ലേജ് ഇൻസ്പെക്ടിങ് ദ ലാൻഡ്, മെഷറിങ് ദ ഫീൽഡ് ആൻഡ് റെക്കോർഡിങ് ദ കസ്റ്റംസ് ആൻഡ് റൈറ്റ്സ് ഓഫ് ദ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ എന്ന് വെച്ചാൽ ഓരോരുത്തർ, അതായത് ഈ പറയുന്ന ഇവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഓരോ ലാൻഡിൽ നിന്നും ലാൻഡിലേക്ക് പോയിട്ട് അവിടുത്തെ ലാൻഡൊക്കെ നോക്കി, അതുപോലെ തന്നെ എത്രത്തോളം എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ, എത്രത്തോളം ഫീൽഡിൻ്റെ മെഷർമെൻ്റ് ഉണ്ട്, എന്തൊക്കെ കസ്റ്റംസും റൈറ്റ്സൊക്കെയാണ് ഓരോ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഓഫ് പീപ്പിളിനോട് ഉണ്ടായിരുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവരെന്ത് ചെയ്തു, ചെക്ക് ചെയ്തു. ഓക്കെ, സോ ദ എസ്റ്റിമേറ്റഡ് റവന്യൂ ഓഫ് ഈച്ച് പ്ലോട്ട് വിതിൻ എ village was added up to a calculate revenue that each village mahal had to pay. അങ്ങനെ ഓരോ വില്ലേജും എത്രത്തോളം റവന്യൂ ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ മഹൽ എന്നാണ് വില്ലേജിൻ്റെ പറഞ്ഞത്. അപ്പോൾ മഹൽ എന്ന് വെച്ചാൽ ഇൻ ബ്രിട്ടീഷ് റവന്യൂ റെക്കോർഡ്സ് മഹൽ ഇസ് എ റവന്യൂ എസ്റ്റേറ്റ് വിച്ച് മേ ബി എ വില്ലേജ് ഓർ എ ഗ്രൂപ്പ് ഓഫ് വില്ലേജ്. ഒരു വില്ലേജ് കൊടുക്കുന്ന റവന്യൂ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് വില്ലേജ് കൊടുക്കുന്ന റവന്യൂ എന്നാണ് ബ്രിട്ടീഷ് ഭാഷയിൽ മഹൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദ ഡിമാൻഡ് വാസ് ടു ബി റിവൈസ്ഡ് പീരിയോഡിക്കലി, നോട്ട് പെർമനൻ്റ്ലി ഫിക്സ്ഡ്. അപ്പോൾ ഡിമാൻഡ് ഇങ്ങനെ കൂടി വരും, പക്ഷേ പെർമനൻ്റ്ലി നമുക്കത് ഒരു ഫിക്സ് ആക്കാൻ പറ്റില്ല. ഓക്കെ, സോ ദ ചാർജ് ഓഫ് collecting the village revenue and paying it to the company was given to the village headman. അപ്പോൾ ഓരോ വില്ലേജിലുള്ള ഹെഡ്മാനാണ് ഓരോ റവന്യൂസ് കളക്ട് ചെയ്തിട്ട് കമ്പനി കൊടുക്കേണ്ട ഒരു ഇത് വന്നത്, ജോലി വന്നത്. റാദർ ദാൻ ദ ജമീന്ദാർ ദിസ് സിസ്റ്റം കെയിം ടു ബി നോൺ ആസ് മഹൽവാരി സിസ്റ്റം. അപ്പോൾ ഈ ഒരു സിസ്റ്റം കൊണ്ട് മഹൽവാരി സിസ്റ്റം എന്നറിയപ്പെട്ടു. പക്ഷേ നമ്മൾ പറഞ്ഞ ആദ്യത്തെ കേസിൽ, അതായത് പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ്, ഇത് പെർമനൻ്റ് ആയിരുന്നു ഈ റവന്യൂ, പിന്നെ അത് കളക്ട് ചെയ്തിരുന്നത് സാധാരണ ജമീന്ദാർസ് ആയിരുന്നു. പക്ഷേ ഈ ഒരു കേസിൽ ഇത് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ആരായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞത്, വില്ലേജിലെ ഹെഡ്മാൻ ആയിരുന്നു. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു ന്യൂ സിസ്റ്റത്തിനകത്ത്, ഡിവൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റത്തിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് എന്താണ് ജോസഫ് മുൻട്രോയുടെ സിസ്റ്റം, തോമസ് മുൻട്രോയുടെ സിസ്റ്റം എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇൻ ദ ബ്രിട്ടീഷ് ടെറിട്ടറീസ് ഇൻ ദ സൗത്ത് ദർ വാസ് എ സിമിലർ മൂവ് അവേ ഫ്രം ദ ഐഡിയ ഓഫ് പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ്. അപ്പോൾ സൗത്തിലുള്ള ബ്രിട്ടീഷ് ടെറിട്ടറീസിനും ഏകദേശം ഇങ്ങനത്തെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. ദ ന്യൂ സിസ്റ്റം ദാറ്റ് വാസ് ഡിവൈസ്ഡ് കെയിം ടു ബി നോൺ ആസ് എ റയോത്ത് വാർ ഓർ റയോത്ത് വാരി. റയോത്ത് എന്ന് പറയുന്നത് പെസൻസിനെയാണ് അല്ലെങ്കിൽ ഫാമേഴ്സിനെയാണ്.
ആ ഒരു സിസ്റ്റത്തിനെ അതുകൊണ്ട് റയോത്ത് വാരി അല്ലെങ്കിൽ റയോത്ത് വാർ എന്ന് പറയുന്നു. മറ്റേ നേരത്തെ പറഞ്ഞ സെറ്റിൽമെൻറ്റ് മഹൽവാരി സെറ്റിൽമെൻ്റ് ആയിരുന്നു. സോ ഇറ്റ് വാസ് ട്രൈഡ് ഓൺ എ സ്മോൾ സ്കെയിൽ ബൈ ക്യാപ്റ്റൻ അലക്സാണ്ടർ റെഡ് ഇൻ സം ഓഫ് ദ ഏരിയാസ് ദാറ്റ് വർ ടേക്കൺ അപ്പ് ഓവർ ബൈ ദ കമ്പനി ആഫ്റ്റർ ദ വാർസ് വിത്ത് ടിപ്പു സുൽത്താൻ. അപ്പോൾ സൗത്തിൽ ഇത് എവിടെയാണെന്ന് വെച്ചാൽ ടിപ്പു സുൽത്താനുമായിട്ട് യുദ്ധം ചെയ്തിട്ട് കമ്പനി കോൺക്വർ ചെയ്ത സ്ഥലത്തായിരുന്നു ഒരു സ്മോൾ സ്കെയിലിൽ അലക്സാണ്ടർ റെഡ് ഇതിനെ ഒന്ന് ട്രൈ ചെയ്തിരുന്നു ഇതിന് വേണ്ടിയിട്ട്, ഈ റയോത്ത് വാലി സെറ്റിൽമെൻറ്റിന് വേണ്ടിയിട്ട്. ഓക്കെ, സോ സബ്സിക്വൻ്റ്ലി ഡെവലപ്ഡ് ബൈ തോമസ് മുൺട്രോ ദിസ് സിസ്റ്റം വാസ് ഗ്രാജുവലി എക്സ്റ്റെൻഡഡ് ഓവർ സൗത്ത് ഇന്ത്യ. അപ്പോൾ ഏകദേശം ഈ ഒരു സിസ്റ്റം ഇങ്ങനെ പടർന്ന് പിടിച്ച് ഏകദേശം സൗത്ത് ഇന്ത്യ മൊത്തം ഈ ഒരു സിസ്റ്റമായി. റെഡ് ആൻഡ് മുൺട്രോ ഫെൽറ്റ് ദാറ്റ് ഇൻ ദ സൗത്ത് ദർ വർ നോ ട്രഡീഷണൽ ജമീന്ദാർസ്. അപ്പോൾ നോർത്ത് ഇന്ത്യൻ സൈഡിൽ കൂടുതൽ ജമീന്ദാർസ് ഉണ്ടായിരുന്നു, പക്ഷേ ഈ സൗത്ത് ഇന്ത്യൻ സൈഡിൽ ഇങ്ങനെ ട്രഡീഷണൽ ജമീന്ദാർസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് സെറ്റിൽമെൻറ്റ് എന്താവണം, അത് നേരിട്ടുള്ള സെറ്റിൽമെൻ്റ് ആണ്. അതായത് ദേ ആർഗ്യൂഡ് ഹാഡ് ടു ബി മെയ്ഡ് ഡയറക്ട്ലി വിത്ത് ദ കൾട്ടിവേറ്റേഴ്സ് ഹൂ ഹാഡ് ടൈൽഡ് ദി ലാൻഡ് ഫോർ ജനറേഷൻസ്. അപ്പോൾ കൾട്ടിവേറ്റേഴ്സായിട്ട് ഡയറക്റ്റായിട്ട് ലിങ്ക്, മറ്റേടെ ഒരു ഇടനിലക്കാരെന്ന് പറയുന്ന രീതിയിൽ ജമീന്ദാർസ് ഉണ്ടായിരുന്നു. പക്ഷേ സൗത്ത് ഇന്ത്യയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, ഈ പറയുന്ന ജമീന്ദാർസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവരുമായിട്ട് നേരിട്ടൊരു ബന്ധം, അതായത് കൾട്ടിവേറ്റേഴ്സുമായിട്ട് ഡയറക്റ്റ് ഒരു അപ്രോച്ചായിരുന്നു ഉണ്ടായിരുന്നത്. ദെയർ ഫീൽഡ് ഹാഡ് ടു ബി കെയർഫുള്ളി ആൻഡ് സെപ്പറേറ്റ്ലി സർവൈഡ് ബിഫോർ ദ റവന്യൂ അസസ്മെൻറ്റ് വാസ് മെയ്ഡ്. അപ്പോൾ റവന്യൂ അസസ് ചെയ്യുന്നതിന് മുന്നേ അവരുടെ ആ ഫീൽഡും കാര്യങ്ങളൊക്കെ എത്ര മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല രീതിയിൽ സർവേ ചെയ്തതിന് ശേഷം മുൺട്രോ തോട്ട് ദാറ്റ് ദ ബ്രിട്ടീഷ് should act as a paternal father figures protecting the riots under this charge. Okay, under their charge. അപ്പോൾ ഒരു അച്ഛനെ പോലെ, ഒരു പാറ്റേണൽ അച്ഛനെ പോലെ അല്ലെങ്കിൽ സ്വന്തം അച്ഛനെ പോലെ മുൺട്രോയ്ക്ക് എന്ത് ചെയ്യണമെന്നുണ്ടായിരുന്നു, ഈ റയോട്ട്സിന്, അതായത് നമ്മുടെ കർഷകരെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഓൾ വാസ് നോട്ട് വെൽ. ഓക്കെ, അപ്പോൾ ഓൾ വാസ് നോട്ട് വെൽ എല്ലാ ടോപ്പിക്കിനുള്ളിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. Within a few years after new systems were imposed, it was clear that all was not well with them. Okay, എത്ര വലിയ സിസ്റ്റം കൊണ്ടുവന്നാലും ഇതൊന്നും അവർക്ക് അത് നല്ലതൊന്നായിരുന്നു തോന്നുകയില്ല. ഓക്കെ, driven by the desire to increase the income from land, revenue officials fixed too high revenue demand, peasants were unable to pay, and riots fled the countryside and villages became deserted in many regions. അപ്പോൾ ഇങ്ങനത്തെ സെറ്റിൽമെൻറ്റ് കൊണ്ടുവന്നാലും ഇവർക്ക് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്ത് ചെയ്തു, ഈ റവന്യൂ കാര്യങ്ങളൊന്നും ഇവർക്ക് ഡിമാൻഡ് ചെയ്തത് കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ പെസൻസിന് അത് തിരിച്ചടയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ റയോട്ട്സ് മൊത്തം ഇങ്ങനെ കൺട്രി സൈഡിൽ നിന്ന് മൂവ് ചെയ്യാൻ തുടങ്ങി. പിന്നെ വില്ലേജൊക്കെ എന്ന് വെച്ചാൽ ഡെസേർട്ടഡായി, കാരണം എന്ന് വെച്ചാൽ കൃഷിയൊന്നുമില്ലാതെ ഡെസേർട്ടഡായി ഈ ഒരു കാരണം കൊണ്ട്. ആൻഡ് villages become deserted in many regions. Optimistic officials had imagined that new system would transform the peasants into rich enterprising farmers, but this did not happen. പുതിയൊരു സിസ്റ്റം വന്നാൽ ഫാമേഴ്സൊക്കെ നല്ല രീതിയിൽ റിച്ച് ആവുമെന്നായിരുന്നു. പക്ഷെ ഈ ഒരു സംഭവം നടന്നില്ല. ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് വിചാരിച്ചത് ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒഫീഷ്യൽസ് ആയിരുന്നു, പക്ഷേ ഈ ഒരു കാര്യങ്ങളും നടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി ഡ്രോപ്സ് ഫോർ യൂറോപ്പ് എന്നുള്ള ടോപ്പിക്, അതിൻ്റെ ഇൻഡിഗോനെ കുറിച്ചും ഗാന്ധിയുടെ ഇൻഡിഗോ സെറ്റിൽമെൻറ്റിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടായി. അപ്പോൾ ആ ഒരു പോർഷൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ ചാനൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് ഏതെങ്കിലും ചാപ്റ്ററിൻ്റെ പോർഷൻസ് ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ടാൽ ഞാൻ ഒരു 1-2 ദിവസത്തിനിടയ്ക്ക് വേഗം അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വരുന്നേക്കും. ടേക്ക് കെയർ, സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. ബൈ എവറി വൺ.